മാത്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഈ വർഷം പുതിയ ടെക്സ്റ്റ് ബുക്കാണ് 5ാം സ്റ്റാൻഡേർഡ് 5th ഉള്ളത്. അപ്പൊ ആ പുസ്തകത്തിന്റെ ഒന്നാമത്തെ യൂണിറ്റ്, ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ ചില ചിത്രങ്ങൾ വരക്കുകയാണ്. ഒന്നാമത്തെ യൂണിറ്റ് അതാണ് വരകളും വട്ടങ്ങളും എന്ന് പറയുന്ന ആ യൂണിറ്റ്, അതായത് ലൈൻസ് ആൻഡ് റൗണ്ട്സ്. ഫസ്റ്റ് ചാപ്റ്റർ വരകളും വട്ടങ്ങളും, അതായത് ലൈൻസ് ആൻഡ് റൗണ്ട്സ് അല്ലെങ്കിൽ സർക്കിൾസ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിലത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അതിൽ ആദ്യം മുഴുവൻ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ രൂപങ്ങൾ വരക്കണം, ഇത് വരക്കണം, ഇത് വരക്കണം. ഈ ഫിഗറിന്റെ പേരാണ് റെക്റ്റാങ്കിൾ എന്ന് ഇംഗ്ലീഷിൽ പറയും. റെക്റ്റാങ്കിള്, മലയാളത്തിൽ ഇതിനെ ചതുരം എന്ന് പറയും. ഓക്കെ, ഇതിനെ നമ്മൾ പാരലോഗ്രാം എന്ന് പറയും, പാരലോഗ്രാം എന്ന് പറയും. തൽക്കാലം നിങ്ങൾ ആ പേരറിയില്ലെങ്കിലും മലയാളത്തില് സാമാന്തരികം എന്ന് പറയും. അതിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായി പഠിക്കാനില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എന്താ, ഈ നീളവും തുല്യം കുത്തനെ വരുന്ന വരെയാണ് റെക്റ്റാങ്കിൾ, ചതുരം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇങ്ങനെ കുത്തനെ വരുന്നതിന് പകരം, പെർപെൻഡിക്കുലർ ഇങ്ങനെ വരുന്നതിന് പകരം അത് കുറച്ച് ചെരിഞ്ഞിട്ട് വരുമ്പോഴുള്ളത് നോക്കിയാൽ ഇതും ഈക്വൽ ആണ്. ചെരിഞ്ഞിട്ട് വരുമ്പോൾ ഉള്ള ഫിഗർ ആണ് ഇത്. ഈ രൂപം മാത്രം മനസ്സിലാക്കിയാൽ മതി. പിന്നെ മൂന്നാമത്തത് ഇത് തന്നെ, പക്ഷെ ഇത് നല്ലവണ്ണം ഒടിഞ്ഞിട്ടുണ്ട് അല്ലെ, ഇങ്ങനെ ചെരിഞ്ഞിട്ടുണ്ട്. ഇവിടെ അത്ര ചെരിവില്ല. അപ്പൊ ഈ 3 ചിത്രങ്ങളാണ് നമ്മൾ ആദ്യം വരക്കുന്നത്. ഇതെങ്ങനെ വരക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഇൻസ്ട്രുമെന്റ് ബോക്സിലത്തെ പ്രധാനപ്പെട്ട ഉപകരണങ്ങളെ ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇത് നിങ്ങൾക്കറിയാം, സ്കെയിലാണ്. സ്കെയിൽ വരക്കാൻ ഉപയോഗിക്കുന്നത്, ലൈൻ ഡ്രോ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് സ്കെയിൽ. ഓക്കെ, ഈ സ്കെയിലിൽ നിങ്ങൾക്ക് 2 മെഷർമെന്റ് ഉണ്ട്. അടുത്തടുത്തുള്ള എഴുതിയിട്ടുള്ള മെഷർമെന്റ് അളവുണ്ട്, അടുത്തടുത്ത് നമ്പേഴ്സ് എഴുതിയിട്ടുള്ളതുണ്ട്. കുറച്ച് ദൂരമായിട്ട് അളവ് നമ്പേഴ്സ് എഴുതിയിട്ടുള്ളതും കാണാം, അടുത്തടുത്ത് നമ്പേഴ്സ് ഉള്ളതും കാണാം, കുറച്ച് വിട്ടിട്ടുള്ളതും കാണാം. അപ്പൊ നമ്മൾക്ക് ആവശ്യം ഈ അടുത്തടുത്ത് എഴുതിയിട്ടുള്ള നമ്പേഴ്സിന്റെ സൈഡാണ്, അതായത് ഈ മുകൾ ഭാഗത്തെ മെഷർമെന്റ് ആണ് നമ്മൾക്ക് ആവശ്യം. അതൊന്ന് ഓർമ്മിച്ചു വെക്കണം കേട്ടോ. മുകൾ ഭാഗത്ത് നിന്നല്ല, അടുത്തടുത്ത് എഴുതിയിട്ടുള്ള നമ്പറുള്ള ഭാഗം. ഓക്കെ, സ്കെയിൽ പറഞ്ഞു. പിന്നെ നമ്മൾക്ക് വരുന്നതാണ് ഈ ഇങ്ങനെയുള്ള 2 സാധനങ്ങൾ. എൽ നില്ല, ഇംഗ്ലീഷ് അക്ഷരത്തിൽ എൽ എഴുതിയിട്ടുള്ള ഈ രൂപം, അത് ഇതിനെ നമ്മൾ പറയാ സെറ്റ് സ്ക്വയർ എന്നാ പറയാ. സെറ്റ് സ്ക്വയർ. ഇതപ്പോ 2 സെറ്റ് സ്ക്വയർ ആണ് അതിലുള്ളത്. മലയാളത്തിൽ ഇതിന് പറയാ മട്ടം. സ്കെയിൽ തന്നെ പറഞ്ഞാൽ മതി. ഇതിനെ പറയാ മട്ടങ്ങൾ എന്നാ പറയാ. മട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ അർത്ഥം 90 ഡിഗ്രി വരുന്ന, ഡിഗ്രി ഒന്നും നിങ്ങൾക്ക് അറിയില്ല എങ്കിലും ഈ ഒരു വര കുത്തനെ വരുന്ന രീതിയിലുള്ള രൂപങ്ങളാണ് ഇത്. ഇത്രയും കാര്യങ്ങൾ അതിലുള്ളത്. പിന്നെ അതിലുള്ളത് എന്താണെന്നറിയോ, ഇതേപോലെയുള്ള ഒരു കോമ്പസ്. ഇത് വട്ടം വരക്കാൻ ഉപയോഗിക്കും, സർക്കിൾ വരക്കാൻ ഉപയോഗിക്കുന്നതാണ് ഈ ഇൻസ്ട്രുമെന്റ്. ഇത് നിങ്ങളുടെ ബോക്സിൽ കാണാൻ പറ്റും. പിന്നെ ഡിവൈഡർ എന്ന് പറഞ്ഞിട്ട് വേറൊന്നും കൂടെ കാണാൻ കഴിയും. അപ്പൊ നമ്മൾക്ക് ഇവിടെ ആവശ്യം, ഈ യൂണിറ്റിൽ ഇപ്പോഴും ആവശ്യം ഏതൊക്കെയാണെന്നറിയോ, ഈ സ്കെയിലും അതേപോലെ തന്നെ ഈ സെറ്റ് സ്ക്വയർ മട്ടവുമാണ് നമുക്ക് ആവശ്യം. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഫിഗേഴ്സ് വരക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട്, ഇത് വരക്കാൻ വേണ്ടിയിട്ട് ഈ ചിത്രം നിങ്ങൾക്ക് ചോദിച്ചു തരും, എന്നിട്ട് നിങ്ങളോട് വരക്കാൻ പറയും. ആ വരക്കാൻ പറയുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഇത് കണ്ടില്ലേ, ഈ സാധനം, പിന്നെ ഈ സ്കെയിൽ കണ്ടോ. സ്കെയിലും ഇതുമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് വരക്കുക നോക്കുക. അപ്പൊ ചോദ്യം എന്താണെന്നറിയോ, ഇതിന്റെ നീളം നിങ്ങൾക്ക് തരികയാണ്. ഒരു 5 സെന്റിമീറ്റർ നീളം, 5 സെന്റിമീറ്റർ നീളം, 3 സെന്റിമീറ്റർ വീതി. 5 സെന്റിമീറ്റർ നീളം, 3 സെന്റിമീറ്റർ വീതി. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ലെങ്ത് 5 സെന്റിമീറ്റർ, ബ്രെഡ്ത്ത് 3 സെന്റിമീറ്റർ ആയിട്ടുള്ള ഒരു റെക്റ്റാങ്കിൾ നമ്മൾ വരക്കണം. അതിനു വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യുന്നത്, ശ്രദ്ധിക്കുക എങ്ങനെയാണ് വരക്കുന്നത് എന്നാണ് ഈ ഭാഗത്ത് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം 5 സെന്റിമീറ്റർ സ്കെയിൽ എടുത്തിട്ട് 5 സെന്റിമീറ്റർ നിങ്ങൾ കണ്ടുപിടിക്കുക.
നിങ്ങളുടെ സ്കെയിലിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ദാ 5 നിങ്ങൾ നോക്കിയാൽ ഏറ്റവും അടുത്തടുത്ത് വരുന്നെടുക്ക എവിടെയാണ് 5 ഉള്ളത് എന്ന് നോക്കുക. ആ 5 നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഈ ഏറ്റവും അറ്റത്തെ ലൈൻ മുതല് 5 വരെയുള്ള ലെങ്ത്തിൽ നിങ്ങൾ പെൻസിൽ കൊണ്ട് വരക്കണം. അപ്പൊ എന്ത് ചെയ്യുന്നു, നിങ്ങൾ വരക്കുന്നു, ഇവിടെ കാണുന്നു, ഇവിടെ എടുത്ത് വരച്ചിട്ട് ഇവിടെ നിന്ന് നിങ്ങൾ ഈ അറ്റത്ത് വെക്കുന്നു, എന്നിട്ട് 5 വരെയുള്ള ഡിസ്റ്റൻസ് നിങ്ങൾക്ക് വരക്കുന്നു. അപ്പൊ അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നീളത്തിൽ വരക്കുന്നു. എന്തിനാന്ന് ചോദിച്ചാല് നിങ്ങൾക്ക് ചിത്രം കാണാൻ വേണ്ടി, വീഡിയോയിൽ കാണാൻ വേണ്ടി വരക്കുകയാണ്. അപ്പൊ ഇവിടെ ഏറ്റവും സ്കെയിലിന്റെ അറ്റത്തിലെ ലൈൻ ഇവിടെ 5 ഇവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ നീളത്തിൽ വരച്ചു. അപ്പൊ എത്രയായത്? 5 സെന്റിമീറ്റർ ആയി. ഇനി എന്താണ് വരക്കേണ്ടത്? കുത്തനെയുള്ളത് വരക്കണം. കുത്തനെയുള്ള വര വരക്കാനുള്ളതാണ് മട്ടം അല്ലെങ്കിൽ സെറ്റ് സ്ക്വയർ. ഈ സെറ്റ് സ്ക്വയർ ശ്രദ്ധിക്കുക കുട്ടികളെ, ഈ സെറ്റ് സ്ക്വയർ ഇങ്ങനെ ഇവിടെ വെക്കുക. ഇങ്ങനെ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന്റെ ബോട്ടം, ഇതിന്റെ അടിഭാഗം ഈ ലൈനിന്റെ മേലെ മുട്ടണം. ഇതിന്റെ കോർണർ, ഈ മൂല ഈ വരയുടെ എൻഡിലായിരിക്കണം. മനസ്സിലായില്ലേ? ലൈനിന്റെ മേലെ മുട്ടണം, ഈ എൻഡിലായിരിക്കണം. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വെച്ചു. ഇങ്ങനെ കറക്റ്റ് മുട്ടിച്ച് വെച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇത് പ്രസ് ചെയ്യാം. ഇത് അമർത്തി പിടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് നേരെ വരക്കുന്നു. ഓക്കെ, വരച്ചു. ഒരു വര ഇങ്ങനെ വരച്ചു. ഓക്കെ, നീളം അളക്കണ്ട, ഒരു വര വരച്ചു. ഇനി നിങ്ങൾ എന്ത് ചെയ്യുന്നു അറിയോ? ഇനി ഇപ്പുറവും വരക്കണ്ടേ? അപ്പൊ ഇതിന് എന്ത് ചെയ്താൽ, ഇപ്പൊ ഇങ്ങനെ വെച്ചിട്ടാണ് ഇവിടെ വരച്ചത്, ഇത് തിരിച്ചു വെക്കുക. തിരിച്ചു വെച്ചിട്ട് ലൈനിന്റെ മേലെ കറക്റ്റ് ആക്കിയിട്ട് വെച്ചിട്ട് ഇതിന്റെ മേലേക്ക് നിങ്ങൾ വീണ്ടും വരക്കുന്നു. ഇവിടത്തേക്ക് നിങ്ങൾ വീണ്ടും വരക്കുന്നു. വരച്ചു. ഈ വരച്ച് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം? അതിന്റെ മെഷർമെന്റ് എത്ര? 3 ആണ് തന്നത് അല്ലെ? 3 സെന്റിമീറ്റർ. ഇവിടെയും 3 ആണ് ഉണ്ടാവുക. അപ്പൊ എന്ത് ചെയ്താൽ മതി? സ്കെയിൽ എടുത്തിട്ട് അതിൽ 3 നിങ്ങൾ കാണുക. എന്നിട്ട് സ്കെയിൽ ഇങ്ങനെ വെച്ചിട്ട് അതിൽ 3 നിങ്ങൾ മെഷർ ചെയ്യുക. 3 എവിടെയാണോ ഉള്ളത് അവിടെ വരയിടുക. ഏതിൽ വരയിടുക? ഈ പറയുന്ന ചിത്രത്തില്. അപ്പൊ ഞാൻ ഇവിടെ 3 കണ്ടു. ആ 3 കണ്ടിട്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരു വരയിടുന്നു. അതേപോലെ തന്നെ ഇപ്പുറവും നിങ്ങൾ അതേമാതിരി 3 ഇവിടെ എടുക്കുക, 3 ഇവിടെ എടുക്കുക, അവിടെ എടുത്തിട്ട് അവിടെയും നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ഒരു ലൈൻ മാർക്ക് ചെയ്യുന്നു. ഇവിടുന്ന് ഇവിടത്തേക്ക് 3, 3, ഇവിടെയും 3 ആയിട്ട് മാർക്ക് ചെയ്യുന്നു. മാർക്ക് ചെയ്തതിനു ശേഷം ഈ 2 മാർക്ക് ചെയ്ത പോയിന്റ് ഇല്ലേ, ആ പോയിന്റ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? 2 കൂടി ജോയിൻ ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്തായി? നിങ്ങൾ അളന്ന് നോക്കിയാൽ കാണാം, ഈ മുകളിലുള്ള നീളവും ഈ ലെങ്ത് എത്രയുണ്ടാവുന്നറിയോ? 5 സെന്റിമീറ്റർ ആയിരിക്കും ഈ നീളം. നിങ്ങൾ താഴത്തെ എത്രയുണ്ടോ അത് തന്നെയായിരിക്കും ഇവിടെയും വരിക. അപ്പൊ നിങ്ങളുടെ ചിത്രം എന്തായി? കറക്റ്റ് ആയി. അപ്പൊ ഇനി എന്ത് ചെയ്യുക? ഈ റാസർ കൊണ്ട്, നിങ്ങളുടെ റബ്ബർ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഭാഗങ്ങൾ മായ്ച്ചു കളയുക. റബ്ബർ കൊണ്ട് ഈ ഭാഗവും മായ്ച്ചു കളയുക. അപ്പൊ നിങ്ങൾക്ക് എന്തായി? ഒരു ചതുരം 5 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ വരുന്നില്ല ഒരു ചതുരം, ലെങ്ത് 5 സെന്റിമീറ്റർ, ബ്രെഡ്ത്ത് 3 സെന്റിമീറ്റർ ഉള്ള ഒരു റെക്ടാങ്കിള് നിങ്ങൾ വരച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇതാണ് വരക്കേണ്ടത്. അതിന് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഇത്. ആദ്യം ഏത് വരക്കണം? ഇത് ആദ്യം വരക്കണം, പിന്നെ കുത്തനെ വരക്കണം. കുത്തനെ വരക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഇത്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ചിത്രം വരക്കാൻ പോവുകയാണ്. ഏത്? ഇങ്ങനെയുള്ള വര ഇവിടെയുണ്ട്. നോക്കുക, ഇത് 5 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. 5 സെന്റിമീറ്റർ. ഇത് 3 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ ഇതും 3 ആയിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നറിയോ? നിങ്ങൾ ആദ്യം സ്കെയിൽ ഉപയോഗിച്ചിട്ട് 5 സെന്റിമീറ്റർ വരക്കുക. സ്കെയിൽ ഇതാണ്. ആ സ്കെയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? 5 സെന്റിമീറ്റർ ഞാൻ വരക്കുന്നു. ഇവിടെ ഞാൻ വരക്കുന്നു കേട്ടോ. ആ ചിത്രം ഞാൻ ഇവിടെയാ വരക്കുന്നത്. 5 സെന്റിമീറ്റർ ഞാൻ വരക്കുന്നു. നിങ്ങൾ സ്കെയിൽ എടുത്തിട്ട് വരക്ക്. ഓക്കെ, ഇത് ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി വരക്കുന്നതാണ്. നിങ്ങൾ കറക്റ്റ് ആയിട്ട് 5 എടുക്കുക. 5 സെന്റിമീറ്റർ എടുക്കുക. എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇനി ശ്രദ്ധിക്കുക. നിങ്ങൾ നേരത്തെ ഇത് കുത്തനെയുള്ള വരയായിരുന്നു. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചത് ഈ ഭാഗമായിരുന്നു അല്ലെ? ഈ ഭാഗല്ലേ ഉപയോഗിച്ച് വരക്കാൻ. ഇങ്ങനെ താഴെ കറക്റ്റ് ആയിട്ട് വെച്ചു, കുത്തനെ ഇങ്ങനെ വെച്ചു. എന്നാല് ഇവിടെ നോക്കൂ, കുത്തനെയല്ല, ഇങ്ങനെയല്ല വെക്കേണ്ടത്. മനസ്സിലായോ? ഇങ്ങനെ വെച്ചിട്ടല്ലല്ലോ വരക്കേണ്ടത്. അല്ല. അപ്പൊ അവിടെ വെക്കേണ്ടത് എങ്ങനെയാണ്? ഇങ്ങനെയാണ് നിങ്ങളുടെ സെറ്റ് സ്ക്വയർ വെക്കേണ്ടത്. അതായത് നമ്മൾക്ക് ഇവിടെ ചെറിയത് മതി. ആ ചെറിയത് അവിടെ ചെറിയതല്ലേ ഉള്ളത്.
ചെരിവല്ലേ ഉള്ളൂ. ഈ ചെരിവ് ലീൻ ചെയ്ത് നോക്കിയാൽ ചെറുതായിട്ടല്ലേ ചെരിഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ അളവ് മതി. അപ്പൊ ഈ ഭാഗം ഉപയോഗിക്കണം. ലിസൺ, ഈ ഭാഗമാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഇങ്ങനെ ചെരിഞ്ഞ വര വരുമ്പോ ഇതാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യാ, നിങ്ങൾ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചു. ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാൻ, ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരു വര നിങ്ങൾ ഇങ്ങനെ വരക്കുക. ഇങ്ങനെ വരക്കുക. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഈ ഭാഗത്തും അതേമാതിരി ചെരിഞ്ഞ വര വേണം. പക്ഷെ ഇവിടെ ഇങ്ങനെ വെക്കണമെങ്കിൽ ശ്രദ്ധിക്ക, ഇവിടെ ഇങ്ങനെ വെക്കണമെങ്കിൽ താഴെ വരയുണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യാ, നിങ്ങള് ഇവിടെ വരയില് നമ്മൾ ആദ്യം വരച്ച വരയുള്ളത്, ഇവിടെ നിന്ന് കുറച്ച് നീട്ടി വരക്കുക. കുറച്ച് നീട്ടി വരക്കുക. നീട്ടി വരക്കുക. നീട്ടി വരച്ചിട്ട് ആ നീട്ടി വരച്ചതില് ഇങ്ങനെ വെക്കുക. ഈ മൊന ഇവിടെ വെക്കുക. ഈ മൊന എവിടെ വരണം? ഈ അറ്റത്ത് വെച്ചിട്ട് ഇത് താഴെ വരുന്ന രീതിയിൽ വരക്കുക. ഈ ലൈൻ താഴെ വരുന്ന രീതിയിൽ വെക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഇങ്ങനെ വരക്കുക. വരക്കുക. ഓക്കെ, മനസ്സിലായില്ലേ? ഈ വര എന്തുകൊണ്ടാണ് ഈ വര വരച്ചത്? ഇത് വെക്കുന്ന സമയത്ത് താഴത്തെ ലൈനിൽ മുട്ടിക്കാൻ. ഇവിടെ ലൈൻ ഉണ്ടായിട്ടില്ലല്ലോ, വരയില്ല. അപ്പൊ നമ്മൾ വര വരച്ചിട്ട് ഇങ്ങനെ വെച്ചു. ഇവിടെ വര ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് ഇങ്ങനെ വെച്ചു. ഓക്കെ, ഇവിടെ അതേമാതിരി ഇവിടെ വെച്ച അതേപോലെ ഇവിടെയും വെച്ചു. ഇനി എന്ത് ചെയ്യാം, ഇത് എത്ര സെന്റിമീറ്റർ ആണ്? 3 സെന്റിമീറ്റർ. സ്കെയിൽ എടുക്കുന്നു. സ്കെയിൽ എടുത്തിട്ട് 3 എടുക്കുന്നു. സ്കെയിൽ ഇതാ 3 വെച്ചിട്ട് കണ്ടുപിടിച്ച 3 കണ്ടുപിടിച്ചു. അപ്പൊ നിങ്ങൾ സ്കെയിൽ വെച്ചിട്ട് ഇതിലത്തെ 3 നിങ്ങൾ കാണുന്നു. ആ 3 നിങ്ങൾ ഒരു പോയിന്റ് ഇടുന്നു. അതുപോലെ ഇവിടെയും നിങ്ങൾ വെക്കുന്നു. അവിടെയും 3 അല്ലേ വേണ്ടത്? 3 കാണുന്നു. 3 ഇവിടെയും നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ 2 പോയിന്റുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ജോയിൻ ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഭാഗം നിങ്ങൾ മായ്ച്ചു കളയുന്നു. ഈ ഭാഗം നിങ്ങൾ മായ്ച്ചു കളയുന്നു. അപ്പൊ നിങ്ങൾ അളന്ന് നോക്കിയാൽ കാണാം, ഈ ഭാഗവും നിങ്ങൾക്ക് 5 തന്നെ കിട്ടും. 5 തന്നെ ആയിരിക്കും ഈ നീളവും ഉണ്ടാവുക. ഈ അളന്ന് നോക്കിയാല് താഴത്തെ അതേ നീളം തന്നെ മുകളിലും കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇതെത്രയായിരുന്നു? 3. ഇതെത്രയായിരുന്നു? 3. ഇനി ഈ ഭാഗം നമുക്ക് എന്ത് ചെയ്യാം? ഈ ഭാഗം മായ്ച്ചു കളയാം. അപ്പൊ നമ്മൾക്ക് ആവശ്യമുള്ള രൂപം കിട്ടി. ഇനി ഇതേപോലെ തന്നെ ഉള്ള മറ്റൊരു രൂപമാണ് ഇത്. അപ്പൊ അത് എങ്ങനെയാണ് വരക്കുക വെച്ചാൽ ഇതേമാതിരി തന്നെ പറഞ്ഞാൽ മതി. എന്ത് ചെയ്താൽ മതി? ഈ ചിത്രത്തിൽ തന്നെ നമുക്ക് അത് വരക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? 5 സെന്റിമീറ്റർ ലെങ്ത് വരക്കുക. പിന്നെ എന്താ പ്രത്യേകത? ഇതിനെക്കാളും കുറച്ചും കൂടെ ഉയർന്നിട്ടല്ലേ ഇത്? കുറച്ചും കൂടെ ഉയർന്നിട്ടല്ലേ ഉള്ളത്? അപ്പൊ എന്ത് ചെയ്യാ? ഈ ഭാഗത്തിന്റെ തന്നെ ഈ ഭാഗം ഉപയോഗിക്കുക. ഈ ഭാഗം ഉപയോഗിക്കുക. ഇത് ഏറ്റവും ചെറിയ ചെരിവുള്ളതിന് ഇത് അതിനെക്കാളും വരുമ്പോ ഇത് ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? ഇവിടെ ഇത് വെക്കുക. ലൈനിൽ ഇത് കറക്റ്റ് ആയിട്ട് മുട്ടിച്ചിട്ട് വെക്കുക. ഈ താഴത്തെ വരെ മുട്ടണേ, മുട്ടിച്ചു വരച്ചു. എന്നിട്ട് എന്ത് ചെയ്യാം? ഇത് ജോയിൻ ചെയ്തു. എന്നിട്ട് അതേമാതിരി എന്ത് വേണം? ഇവിടെ വരെയല്ലേ 5. ഇത് കുറച്ച് നീട്ടി വരക്കുക. സ്കെയിൽ വെച്ചിട്ട് നീട്ടി വരക്കുക. സ്കെയിൽ വെച്ചിട്ട് ഇത് കുറച്ചുകൂടെ നീട്ടി വരക്കുക. നീട്ടി വരച്ചതിന് ശേഷം അവിടെ എവിടെ വെക്കുക? ദാ ഇത് ഇവിടെ വെച്ചതുപോലെ മാറ്റാതെ അത് ഇവിടത്തേക്കും കൊണ്ടുവരും. ഇവിടത്തേക്കും കൊണ്ടുവരിക. എന്നിട്ട് എന്ത് ചെയ്യാം? അവിടെയും നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇതേപോലെ നിങ്ങൾ വരക്കുന്നു. വരച്ചു കഴിഞ്ഞതിന് ശേഷം 3 സെന്റിമീറ്ററിലെ പറഞ്ഞേ സ്കെയിൽ എടുക്കുക. സ്കെയില് 3 സെന്റിമീറ്റർ മാർക്ക് ചെയ്യാം. സ്കെയില് 3 സെന്റിമീറ്റർ മാർക്ക് ചെയ്യാം. ഇവിടെയും മാർക്ക് ചെയ്തു. ഇവിടെയും സ്കെയിൽ എടുത്തോ. ഇവിടെയും 3 സെന്റിമീറ്റർ മാർക്ക് ചെയ്യും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവസാനം ഈ 2 ഭാഗങ്ങൾ തമ്മിൽ നിങ്ങൾ യോജിപ്പിക്കുന്നു. ഓക്കെ, യോജിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു? യോജിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഭാഗം നിങ്ങൾ റബ്ബ് ചെയ്ത് കളയുന്നു, മായ്ച്ചു കളയുന്നു, ഇതും മായ്ച്ചു കളയുന്നു. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നു ഇത് 5 ഉണ്ടാവും, ഇത് 3 ഉണ്ടാവും, ഇത് 3 ഉണ്ടാവും. ഇത് അളന്ന് നോക്കിയാൽ കാണാം ഇതും 5 ഉണ്ടാവും. അങ്ങനെയാണ് ഈ 3 ചിത്രങ്ങൾ വരക്കേണ്ടത്. വരക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങള് ഇത് ഏറ്റവും ചെറിയ ചെരിവിന് ഇത്, കുറച്ചും കൂടെ ഉയർന്ന ചെരിവിന് ഇത്, കുത്തനെ വരുമ്പോൾ ഉപയോഗിക്കുന്നത് ഈ മൂല. ഓക്കെ കുട്ടികളെ, ഇനി നമ്മൾ വരക്കാൻ പോകുന്നത് ഈ ഒരു ഫിഗർ ആണ് വരക്കാൻ പോകുന്നത്. ഈ ചിത്രം ഇത് എങ്ങനെ വരക്കാൻ പറ്റും നോക്കാം.
നമ്മൾ വരച്ച ഇതാ ഈ ഭാഗം കണ്ടില്ലേ, ഈ വരച്ചത് തന്നെ ഇവിടെയുണ്ട്. പിന്നെയോ ഈ വരച്ച സാധനം എവിടെയുണ്ട്? ഇതിന്റെ മുകളിലും. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഐഡിയയും നമുക്ക് ഒന്നിച്ചു വെച്ചാൽ നമുക്ക് എന്തായി? ഈ ബോക്സ് കിട്ടും. ഈ റെക്ടാങ്കുലർ ബോക്സ്, ചതുരപ്പെട്ടിയാണ് ഇത് കിട്ടും. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? 5 സെന്റിമീറ്റർ എന്ത് ചെയ്യുന്നു? ഈ 5 സെന്റിമീറ്റർ ലെങ്ത്തില് ഒരു വര വരക്കുന്നു. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു? നോക്കൂ, നേരത്തെ പറഞ്ഞ അത് തന്നെയാണ്. ഇവിടെ വെച്ചിട്ട് കുത്തനെ സ്കെയിൽ കറക്റ്റ് ആയിട്ട് വെച്ചതിന് ശേഷം എന്ത് ചെയ്യാം? ഇത് കുത്തനെ ഇങ്ങോട്ട് വരക്കുന്നു. പിന്നെ അതേപോലെ തന്നെ ഇവിടെയും ഇങ്ങനെ തിരിച്ചു വെക്കുന്നു. തിരിച്ചു വെക്കുന്നതിനാണെന്നറിയോ? ഈ വര കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടെയും വെക്കുന്നു. എന്നിട്ട് അതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഇത് അളക്കുന്നു. എത്രയാണ് ഇത്? എത്രയാണ് ഉണ്ട് നോക്കിയാൽ? ഇതാ അല്ലെ, കുത്തനെ വരെ എത്രയുണ്ട്? 4 സെന്റിമീറ്റർ ഉണ്ട്. അപ്പൊ സ്കെയിലില് 4 എടുക്കുന്നു. സ്കെയിലില് അളന്നിട്ട് എത്ര എടുക്കുന്നു? 4 സെന്റിമീറ്റർ നോക്കുന്നു. ആ 4 സെന്റിമീറ്ററിനൊക്കെ ഒരു വരയിടുന്നു. ആ വര ഇപ്പുറം 4 സെന്റിമീറ്റർ എടുക്കുന്നു. 4 സെന്റിമീറ്റർ എടുക്കുന്നു. 4 സെന്റിമീറ്റർ എടുത്തിട്ട് അവിടെയും നിങ്ങൾ ഒരു വര കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ രണ്ട് വരകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നു. ഓക്കെ, വരകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നു. ഓക്കെ, ഇത്ര പോരെ. ഇനി എന്ത് ചെയ്യാന്നറിയോ? ഈ എക്സ്ട്രാ വരുന്നില്ലേ, അത് നിങ്ങളങ്ങ് മായ്ച്ചു കളയാം. അപ്പൊ ഇത് 5 ആണ്, ഇത് 4 ആണ്. 5 4 4. ഓക്കെ, ഇത്ര പോലെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുകയാണ്. ഇനി എന്താ ചെയ്യുന്നത്? മുകളിലുള്ള ഈ ഭാഗമാണ് വരയ്ക്കുന്നത്, ഇതേപോലെ ഉള്ളത്. അപ്പൊ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ഇങ്ങനെ ചെരിച്ച് വരയ്ക്കുമ്പോൾ നമ്മൾ എടുക്കുന്നതാണ് ഈ ഇൻസ്ട്രുമെന്റ്. അപ്പൊ അത് ഇതിന്റെ മേലെ ഇങ്ങനെ വെക്കുക. ഇതിങ്ങനെ വെച്ചതിന് ശേഷം നോക്കൂ, ചെരിച്ച് വരയില്ലേ, ചെരിഞ്ഞ വരക്ക് ഇതാ കണ്ടത്. ഓക്കെ, ചെരിച്ച് കറക്റ്റ് മുട്ടിച്ച് വെച്ചതിന് ശേഷം ഈ വര ഇതിന്റെ മേലെ, ഈ മട്ടത്തിന്റെ അടിഭാഗം ഈ ലൈനിൽ വരണം. സെറ്റ് സ്ക്വയറിന്റെ അടിഭാഗം, ബോട്ടം. അപ്പൊ അത് വെച്ചതിന് ശേഷം ഇത് ഇങ്ങോട്ടൊരു വര വരക്കുന്നു. ഓക്കെ, വരച്ചു. ഇനി അതേമാതിരി ഇവിടെയും വരക്കണം. അപ്പൊ ഇവിടെ വരക്കാൻ, ഇവിടെ ഇങ്ങനെ വെക്കാൻ ഇതിന്റെ അടിയിൽ ലൈൻ ഉണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? സ്കെയിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് കുറച്ച് നീട്ടുന്നു. നീട്ടി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്നല്ലേ വര വരേണ്ടത്. അപ്പൊ ഇവിടെ അതിങ്ങനെ വെക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ സ്കെയിൽ വെച്ചിട്ട് ഇതിങ്ങനെ വരക്കുന്നു. ഇനി നോക്ക്, അതിന്റെ നീളം എത്രയുണ്ട് നോക്കിയാൽ ഇവിടെ നമുക്ക് 3 തന്നിട്ടുണ്ട്. അപ്പൊ ഇതും എത്രയായിരിക്കും? 3 തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതും എത്രയായിരിക്കും? 3 തന്നെ ആയിരിക്കും. ഓക്കെ, കണ്ടാ മനസ്സിലാവുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ സ്കെയിൽ എടുക്കുന്നു. സ്കെയിൽ എടുത്തിട്ട് അതില് 3 എടുക്കുന്നു. 3 സ്കെയിൽ എടുത്തിട്ട് 3നെ കാണുന്നു. 3യുടെ മാർക്ക് ചെയ്യുന്നു. ഇവിടെ സ്കെയിൽ എടുക്കുന്നു. സ്കെയിൽ എടുത്തിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു? 3 ഇവിടെയും മാർക്ക് ചെയ്യുന്നു. ഓക്കെ, രണ്ട് സ്ഥലത്ത് 3 മാർക്ക് ചെയ്തിട്ട് ആ മാർക്ക് ചെയ്ത പോയിന്റുകൾ തമ്മിൽ സ്കെയിൽ വെച്ചിട്ട് ജോയിൻ ചെയ്യുന്നു. ഓക്കെ, സ്കെയിൽ വെച്ചിട്ട് ജോയിൻ ചെയ്യുന്നു. ജോയിൻ ചെയ്തിട്ട് ഇനി ബാക്കിയുള്ള നമുക്ക് ലൈൻ മാറ്റാം. നോക്ക്, ഇത് മായ്ച്ചു കളയാം. ഇത് റബ്ബ് ചെയ്യാം. ഓക്കെ, ഇറാസ് ചെയ്ത് കളയാം. റബ്ബർ ഉപയോഗിച്ചിട്ട് കളയാം. ഇനി എന്ത് വേണം നമുക്ക്? ഇവിടുന്ന് ഇങ്ങനത്തെ ഒരു ലൈൻ വേണം അല്ലെ? ഇവിടുന്ന് ഇങ്ങനത്തെ ഒരു ലൈൻ വേണ്ടേ? ആ ലൈൻ കിട്ടാൻ ഏത് ഉപയോഗിക്കണം? ഈ സാധനം ഉപയോഗിക്കണം. ഇങ്ങനെ ചെരിഞ്ഞു വരുന്ന വരക്ക് ഉപയോഗിക്കുന്നതാണ് ഈ മൂല. ഓക്കെ, ശരി. ഇത് നല്ലവണ്ണം ചെരിവുണ്ടല്ലോ, അതുകൊണ്ടാണ് അത് ഉപയോഗിച്ചത്. അപ്പൊ ഇവിടെ ഇത് ഇങ്ങനെ ചെരിച്ച് വരക്കണം. നോക്കിയാൽ ഇങ്ങനെ ചെരിച്ച് വരക്കണം. ഇങ്ങനെ ചെരിച്ച് വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഈ താഴത്തെ ഭാഗം ഇതിന്റെ ഒരു ലൈനിന്റെ മേലെ വരണം. ഇവിടെ ഒരു ലൈൻ ഉണ്ടാവണം. ലൈൻ ഉണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യുന്നു? ഇതിങ്ങനെ വെക്കുന്നു. നോക്ക, ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് നീട്ടി വരക്കുന്നു. നീട്ടി വരച്ചാൽ ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഇത് വെക്കാൻ പറ്റും. നോക്ക്, ഇങ്ങനെ ഇത് വെക്കാം. വെച്ചിട്ട് എന്ത് ചെയ്യാം? നമ്മൾ വെച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനെ വരക്കുന്നു. വരച്ചിട്ടോ അതിന് അളവുണ്ടല്ലോ. എത്രയാണ്? 3 സെന്റിമീറ്റർ അല്ലെ? ഇത് എത്രയാണ്? 3 സെന്റിമീറ്റർ ആണ് ഇത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം? സ്കെയിൽ എടുത്തിട്ട് ഇവിടെ 3 സെന്റിമീറ്റർ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇതില് 3 സെന്റിമീറ്റർ ഇതില് നമ്മൾക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, 3 സെന്റിമീറ്റർ ഇവിടെ മാർക്ക് ചെയ്തു. ഇവിടെ ഇങ്ങനെ വരച്ചു. ഇനി എന്ത് ചെയ്താൽ മതി? ഈ വരച്ചതും ഇതും തമ്മിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, വരച്ചതും ഇതും കൂടെ തമ്മിൽ നമ്മൾ
ജോയിൻ ചെയ്യും. അങ്ങനെ ജോയിൻ ചെയ്യുമ്പോ നമുക്ക് എക്സ്ട്രാ ഉള്ളതെല്ലാം മായ്ച്ചു കളയാം. അപ്പൊ ഈ ലൈൻ മായ്ക്കുക, ഈ ലൈൻ മായ്ക്കുക. അപ്പൊ നമുക്ക് എന്തായി, ഇതുപോലുള്ള ഒരു ബോക്സ് നമുക്ക് ഇവിടെ കിട്ടി. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ. ഇത് 3 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ ഉള്ള ബോക്സ് കിട്ടി. ഇനി ഇത് വെച്ചിട്ടല്ല നിങ്ങൾക്ക് എന്ത് വരക്കാൻ പറ്റും? ഇതേമാതിരിയുള്ള നോക്ക് കുട്ടികളെ, ഇതാ എല്ലാം ഒരേപോലെയുള്ളതും നിങ്ങൾക്ക് വരക്കാൻ പറ്റും. എല്ലാം ഒരേമാതിരിയുള്ളതും നിങ്ങൾക്ക് വരക്കാൻ പറ്റും. എങ്ങനെ വരക്കാൻ പറ്റും? നോക്ക്, ഇതാ ഇങ്ങനെയുള്ള ഫിഗറും നിങ്ങൾക്ക് വരക്കാൻ പറ്റും. ഇത് 5, ഇത് 5, ഇത് 5, ഇത് 5, എല്ലാം 5 ആയിട്ടുള്ള ഒരു ഫിഗർ നിങ്ങൾക്ക് വരക്കാൻ പറ്റും. ഇതെന്താണ്? ഇതിന്റെ ക്യൂബ് എന്നാണ് പറയാ. നിങ്ങൾ മാജിക് ക്യൂബ് കണ്ടിട്ടേ, റൂബിക്സ് ക്യൂബ് കണ്ടിട്ടില്ലേ? ആ മോഡലാണ് ഇത്. അതും നിങ്ങൾക്ക് വരക്കാം. എങ്ങനെ വരക്കാം? ഇത് വരക്കാൻ പഠിച്ച കുട്ടിക്ക് ഇത് കിട്ടും. ആദ്യം 5 സെന്റിമീറ്റർ വരക്കാം. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് പറയാം. ആദ്യം 5 സെന്റിമീറ്റർ വരക്കുക. വരച്ചതിന് ശേഷം എന്ത് ചെയ്യാ? മേലെ കുത്തന വരക്കണ്ടേ? അപ്പൊ ഈ ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് നമ്മൾക്ക് കുത്തന നമുക്ക് വരക്കാൻ പറ്റും. ഇപ്പുറത്തെ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇപ്പുറത്തും നമുക്ക് അതേപോലെ വരക്കാൻ പറ്റില്ലേ? ഈ രണ്ട് ഭാഗത്തും വരക്കാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യാം? ഇത് എത്ര സെന്റിമീറ്റർ ആണ്? 5 സെന്റിമീറ്റർ അല്ലേ? അപ്പൊ സ്കെയിലിൽ 5 സെന്റിമീറ്റർ എടുക്കാം. ഇവിടെ വെച്ചിട്ട് നോക്കിയിട്ട് 5 സെന്റിമീറ്റർ എടുത്തിട്ട് അതിൽ നമുക്ക് ഇതേമാതിരി വരക്കാം. പിന്നെ എന്ത് ചെയ്യണം? ഈ ചെരിവ് വരണം. ഇങ്ങനെ വരണ്ടേ? ആ ചെരിവ് വരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ഈ ഇൻസ്ട്രുമെന്റ് എടുക്കുക. ഈ ഇൻസ്ട്രുമെന്റ് എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ വെച്ചിട്ട് ഒരു വര, ഇവിടെ വെച്ചിട്ട് ഒരു വര ഇങ്ങോട്ട് വരക്കും. അപ്പൊ ഇവിടെ വെച്ചിട്ടും വരക്കണ്ടേ? അപ്പൊ അവിടെ വരയില്ല. അപ്പൊ ഈ വര ഇങ്ങോട്ട് നീട്ടും. സ്കെയിൽ വെച്ചിട്ടാണ് നീട്ടുന്നത്. ഞാനിങ്ങനെ വെറും കൈ കൊണ്ട് വരച്ചു എന്നല്ലോ. ഇത് പറഞ്ഞത് കൊണ്ടാണ് ഇത് പറയുന്നത്. ഇങ്ങനെ നീട്ടി കഴിഞ്ഞ ശേഷം ഇവിടെ വെച്ചിട്ട് ഇവിടെയും നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ ഇങ്ങോട്ട് വരക്കുക. എന്നിട്ടോ ഇത് 5 സെന്റിമീറ്റർ അല്ലേ? അപ്പൊ സ്കെയിൽ എടുത്തിട്ട് 5 മാർക്ക് ചെയ്യാം. 5 മാർക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം. ഇനിയിപ്പോ എന്താ വേണ്ടിനി? ഇനി ഇതല്ലേ വേണ്ടത്. ഇനി ഇവിടുന്ന് വരക്കണം. ഇവിടുന്ന് വരക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ലൈൻ ഇങ്ങോട്ട് നീട്ടുന്നു. ലൈൻ നീട്ടിയിട്ട് എന്ത് ചെയ്യാം? ഈ സാധനം തന്നെ ഇവിടെ വെക്കുക. ഇവിടെ വെച്ചിട്ട് ചേരിച്ചിട്ട് ഇങ്ങനെ വരക്കുക. എന്നിട്ട് അതിൽ എത്ര എടുക്കുക? അതിൽ 5 എടുക്കുക. സ്കെയിൽ എടുത്തിട്ട് 5 എടുത്തൂടെ? എങ്ങനെ 5 എടുക്കാലോ? 5 എടുക്കാലോ? 5 എടുത്ത് ജോയിൻ ചെയ്യും. എന്നിട്ട് രണ്ടും കൂടെ ജോയിൻ ചെയ്യും. ബാക്കിയെല്ലാം മാറ്റി വരക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇതുപോലുള്ള ഒരു ക്യൂബ് എല്ലാ സൈഡും ഒരുപോലെയുള്ളതായിട്ട് കിട്ടും. അപ്പൊ പ്രിയപ്പെട്ട കുട്ടികളെ, ഈ പറഞ്ഞതിൽ നിന്ന് ആകെ ഇത് അറിയണ്ടോ? ഈ ചിത്രങ്ങളെല്ലാം വരക്കുന്നതിന് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുന്നത് ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സാ? സ്കെയില്, സെറ്റ് സ്ക്വയർ. വേണമെങ്കിൽ നമുക്ക് ഇതും ഉപയോഗിക്കാം, തെറ്റില്ല. ഓക്കെ, ശരി.